ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഞാനങ്ങനെ സിഡ്നിയുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നടക്കുമ്പോൾ സിഡ്നി വീണ്ടും സ്റ്റോപ്പ് ചെയ്തിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയും. ഇവനും തിരിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകും. ഇപ്പൊ അകത്ത് ഫാമിലി ഡിന്നർ നടക്കുവാണല്ലോ. ഇവളങ്ങനെ ഒറ്റക്ക് കയറി വരും. ലിങ്ങിന്റെ അമ്മയും കൂടി ഇപ്പൊ അവിടെയുണ്ട്. ഇവളിങ്ങനെ ഒറ്റക്ക് വരുന്ന കാണുമ്പോ എവിടെ ഞാൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കും. അവനിപ്പോ ഒരു അർജന്റ് വർക്കായിട്ട് പോയേക്കുവാണ്. ഐ തിങ്ക് അവൻ ജിങ്ഷിങ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പോയതെന്ന് പറയും. അതായത് നമ്മുടെ ഹീറോയിന്റെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പോയതെന്നും പറഞ്ഞ് അവിടെ അങ്ങോട്ട് കൊളുത്തി വിടും. അതേ ടൈം ജിങ്ഷിനെ കാണിക്കാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പുള്ളിക്കാരി അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്ന് അവര് ജിങ്ഷിനെ എഴുന്നേൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ അകത്തേക്ക് കയറി വരും. എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, നിന്റെ ഫോൺ എവിടെയെന്ന് നിന്നെ ചോദിക്കും. അപ്പൊ തന്നെ ജിങ്ഷി ഫോൺ എടുത്ത് നോക്കും. ഫോണാണെങ്കിലോ സ്വിച്ച് ഓഫ് ആയി കിടക്കുവാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് രണ്ടുപേരും കൂടി കാറിലിരിക്കുവാണ്. അങ്ങനെ ജിൻഷി പാരന്റ്സിന് കോൾ ചെയ്ത് ഞാൻ ദേ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് എത്തുമെന്ന് പറയും. പാവം ആ ഞാനുണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ പേടിക്കാണ്ടിരുന്നത്. അവനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ടെൻഷൻ അടിച്ച് ചത്തേനെ. നീ എന്തായാലും എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിലേക്ക് വാ, നിന്റെ കൂടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയും. അങ്ങനെ കോളെല്ലാം കട്ട് ചെയ്ത് രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് ചെല്ലും. ജിൻസി ഓടിച്ചെന്ന് പാരന്റ്സിനെ കെട്ടിപ്പിടിക്കും. എനിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞ് യാനിനെ തിരിഞ്ഞു നോക്കി. ഒരുപാട് താങ്ക്സ് ഉണ്ട്, എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ. ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോയിക്കോ, ന്യൂ ഇയർ അല്ലേ സെലിബ്രേറ്റ് ചെയ്യണ്ടേന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ബാഗൊക്കെ വാങ്ങും. അപ്പൊ തന്നെ ജിൻഷിയുടെ അച്ഛൻ, മോളെ നീ എന്തായി പറയുന്നത്? ഇന്ന് ന്യൂ ഇയർ അല്ലേ, അപ്പോ വീട്ടിലേക്ക് വരുന്ന ഒരാളാ പോയിക്കോന്ന് പറഞ്ഞു വിടുന്നത് ശരിയല്ല. പിന്നെ ഈ ന്യൂ ഇയർ ആയിട്ട് നിന്നെ കണ്ടുപിടിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചതല്ലേ, അതും സേഫ് ആയിട്ട്. അപ്പൊ അവന് ഒരുവായി ഫുഡ് കൊടുക്കാണ്ട് പറഞ്ഞു വിടുന്നത് ശരിയല്ല എന്ന് പറയും. അപ്പൊ തന്നെ ജിൻഷി, ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞു വരുന്നത്, ഇന്ന് ന്യൂ ഇയർ ആണ്, അവന്റെ ഫാമിലിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണ്ടേ, അതുകൊണ്ട് പോയിക്കോട്ടെ എന്ന് പറയും. അപ്പൊ തന്നെ അമ്മ, ജിൻഷി നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, മോനെ നിനക്ക് ഇന്ന് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ് ഇല്ല ആന്റി, എനിക്കൊരു പ്ലാനും ഇല്ലാന്ന് ഞാനും പറയും. അങ്ങനെയാണെങ്കിൽ വാ മോനെ നമുക്ക് അകത്തേക്ക് പോവാം, ഫുഡ് കഴിച്ചിട്ട് പോവാന്നും പറഞ്ഞ് എല്ലാവരും കൂടി അകത്തേക്ക് പോകും. എന്തായാലും നിങ്ങൾ അവിടെ ചെന്നിരുന്ന് സംസാരിക്ക്, ഞങ്ങൾക്ക് കിച്ചണിൽ കുറച്ചും കൂടി വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് ജിങ്ഷിയുടെ അച്ഛനും അമ്മയും കൂടി നേരെ കിച്ചണിലേക്ക് പോകും. ഞാൻ അങ്ങനെ റൂമിലേക്ക് പോവാനായിട്ട് നടക്കുമ്പോൾ അവിടെ ഒരു പൂച്ചക്കുട്ടിനെ കാണും. ഇതേ പൂച്ചക്കുട്ടിനെ തന്നെയാണ് ഇവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് നമ്മുടെ ജിങ്ഷി ഇതിനെ ഞാൻ എടുത്ത് വളർത്തോന്ന് പറഞ്ഞത്. അതിങ്ങനെ ആലോചിച്ച് ഇനി ആ പൂച്ച തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് സംശയത്തോടു കൂടി തന്നെ അവിടെ ചെന്നിരിക്കും. അതേ ടൈം നമ്മുടെ ലില്ലിനെ കാണിക്കാണ്. അമ്മയുടെ കൂടെ വഴക്കിട്ടാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഒറ്റക്ക് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാന്നും പറഞ്ഞ് ഒരു ഫുഡൊക്കെ വാങ്ങി അവിടെ വെക്കും. ഞാൻ മാത്രമേ ഇമാതിരി ഫുഡൊക്കെ വാങ്ങി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുള്ളൂ, എന്ത് ചെയ്യാനാണ്, വേറെ നിവർത്തിയില്ല എന്നും പറഞ്ഞ് ആ ഒരു ഫുഡിന്റെ പിക്ക് എടുത്ത് ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞ് ഒരു പോസ്റ്റും കൂടി ഷെയർ ചെയ്യും. ആ ടൈമിനാണ് നമ്മുടെ ഈസോയുവിന്റെ പോസ്റ്റ് കാണുന്നത്. അവനും ഒറ്റക്ക് തന്നെയാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നമ്മുടെ സിസോനെ കാണിക്കാണ്. പാരന്റ്സ് ആണെങ്കിലോ സിസോനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. ഇവനാണെങ്കിലും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ലില്ലിക്ക് ഒരു ന്യൂ ഇയർ വിഷസ് അഴക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ടൈപ്പ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും, അതിനുശേഷം വോയിസ് അടക്കും. ഇതും ശരിയാവുന്നില്ല എന്നും പറഞ്ഞ് ഡിലീറ്റ് ചെയ്യും. ആ ടൈമിനാണ് ലില്ലിയുടെ പോസ്റ്റ് കാണുന്നത്. ഇവളെന്താണ് ഒറ്റക്ക് സെലിബ്രേറ്റ് ചെയ്യുവാണോ എന്നും പറഞ്ഞ് അതും നോക്കിക്കൊണ്ട് നിൽക്കും. അതേ ടൈം ലില്ലിയും ഒറ്റക്കാണല്ലോ ഞാൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ഡെലിവറി മാൻ വന്ന് കുറച്ച് ഫുഡ് ഡെലിവറി ചെയ്തിട്ട് പോകും. കുറച്ച് ഡംപ്ലിങ്സ് ഒക്കെയാണ്. ഇത് കാണുമ്പോൾ ലില്ലിക്ക ഹാപ്പി ആകും. ഇനി ഇത് ഈസോയു ആയിരിക്കും അയച്ചതെന്ന് വിചാരിച്ച് പുള്ളിക്കാരി ഈസോയുവിന് കോൾ ചെയ്യാനായിട്ട് പോകുമ്പോ നമ്മുടെ സീസോ കോൾ ചെയ്യും. എന്താണ് ന്യൂ ഇയർ ഒറ്റക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടിയില്ലേ, ഇനി ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്ക്. നീ എന്താണ് ഒറ്റക്ക് ഇരുന്ന് സാൻഡ്വിച്ച് ഒക്കെ കഴിക്കുന്നത്? എന്താ കാര്യം? നീ വീട്ടിലേക്ക് പോകുന്നെന്നും പറഞ്ഞല്ലേ ഇവിടെ നിന്ന് പോയത്, എന്താ വീട്ടിലേക്ക് പോയില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, എനിക്ക് പോവാനായിട്ട് തോന്നിയില്ല, ഒറ്റക്ക് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, അതുകൊണ്ടാന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, ഒറ്റക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നതും നല്ല ഹാപ്പിനെസ് തന്നെ തരും. പിന്നെ സാൻഡ്വിച്ച് ഒക്കെ ഞങ്ങളുടെ ഏരിയയിലുള്ളവരും ന്യൂ ഇയറിന് കഴിക്കാറുണ്ട്, അതുകൊണ്ട് നീ കഴിച്ചോ, എന്തായാലും ഞാൻ തന്ന ഫുഡും കൂടി കഴിക്കുന്ന പറയും. ഓക്കെ സിസോ, ഞാനെന്നാ ഫോൺ കട്ട് ചെയ്യുവാന്നും പറഞ്ഞിട്ട് ലില്ലി ഫോൺ കട്ട് ചെയ്യും. ഇവനാണെങ്കിലോ ഡബിൾ ഹാപ്പി. ലില്ലി ഇവളുടെ അടുത്ത് സംസാരിച്ചല്ലോ, അതിന്റെ സന്തോഷത്തിലിരിക്കും. പക്ഷെ ലില്ലിക്ക് കുറച്ച് സങ്കടമാണ്. അതേ ടൈം തന്നെ ജിങ്ഷിയുടെ വീട്ടിൽ കാണിക്കാണ്. അച്ഛനും അമ്മയും കൂടി കിച്ചണിലിരിക്കുമ്പോ രണ്ടുപേരും കൂടി അപ്പുറത്ത് നിന്ന് സംസാരിക്കുവാണല്ലോ. ഈ സംസാരമൊക്കെ ശ്രദ്ധിച്ചിട്ട്
അമ്മ നേരെ അച്ഛന്റെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് ഈ ആനിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ഇങ്ങനെ ചോദിക്കും. നല്ല കുട്ടിയാണ്, എനിക്ക് അവന് ഇഷ്ടമായി എന്ന് പറയും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നമ്മുടെ ജിൻസിക്ക് ഞാൻ നന്നായിട്ട് ചേരില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ നീ പറയുന്നത്? ആ യാനുണ്ടല്ലോ എന്ത് വലിയ കമ്പനിയുടെ CEO ആണ്. അപ്പോ നമ്മുടെ മോക്കും ഞാനും തമ്മിൽ ഒത്തുപോകൂ, എനിക്കെന്തോ തോന്നുന്നില്ല എന്ന് പറയും. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത്? നമ്മുടെ മോളും ഇപ്പൊ ഒരു കമ്പനി വെച്ച് റൺ ചെയ്യുമല്ലേ, അപ്പോ അവളും ഒരു ബോസാണ്, രണ്ടുപേരും തമ്മിൽ അങ്ങനെ ചേർന്നോളൂ എന്ന് പറയും. ഇതൊക്കെ വിധിയാണ്, വിധി എന്താണോ തീരുമാനിക്കുന്നത് അതേപോലെ നടക്കട്ടെ, നമുക്ക് ഇതിൽ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ അച്ഛന് നിൽക്കും. അതേ ടൈം ഞാനെന്റെ മേത്തേക്ക് ആ പൂച്ച വന്നിരിക്കും. ഇവന് നല്ല മെമ്മറി പവർ ആണെന്ന് തോന്നുന്നു, നിന്നെ കണ്ടപ്പോ തന്നെ ദേ നിന്റെ മടിയിൽ വന്നിരുന്നല്ലോ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ അത് വേറൊന്നുമല്ല, ഞാൻ അത്രക്ക് ചാമിങ് ആണ് അതുകൊണ്ടാന്ന് പറയും. ഏയ് അങ്ങനെയല്ല, ഇവന് നല്ല മെമ്മറി പവർ ആണ് അതുകൊണ്ടാന്ന് പറയും. അപ്പൊ തന്നെ അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ ഇവനെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ നമ്മുടെ ജിൻസി ആണെങ്കിലും പാട്ടം പാടി കൂത്തടിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ, അതിന്റെ ഒരു ബഹളത്തില് ഈ പൂച്ചനെ കണ്ടിട്ടുണ്ടാവില്ല. ആ കാര്യം ഓർത്തിട്ട് അന്നത്തെ ആ ഒരു അവസ്ഥയിൽ ചിലപ്പോ നീ ഇവനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയും. അതൊക്കെ പോട്ടെ, ഇന്ന് നിന്റെ പാരന്റ്സ് നിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ വേറെന്ത് ചെയ്യാനാണ്, ഓവർ ടൈം നോക്കി ഫുഡൊക്കെ കഴിച്ച് ഓഫീസിൽ തന്നെ കിടന്നേനെന്ന് പറയും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എങ്ങനെ കറക്റ്റ് ആയിട്ട് എന്നെ വന്ന് കണ്ടുപിടിച്ചു? നിന്നോട് ആരാണ് ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞെന്ന് ചോദിക്കും. വേറെ ആര് പറയാൻ, ഈസോയും ആണെന്ന് പറയും. അതിനുശേഷം ആ പൂച്ചനെ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് ഇതെന്താണിത്, നീ ഈ പൂച്ചന ഗുണ്ടുപയ്യനാക്കിന്ന് പറയും. പിന്നെ നീ ഒന്നും പറയാണ്ട് അന്ന് ഇട്ടിട്ട് പോയതല്ലേ, ഞാനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇവൻ അന്ന് തന്നെ ചത്തുപോയേനായിരുന്നു, അത് നിനക്ക് വല്ലതും അറിയോന്ന് ചോദിക്കും. ഇത് കേട്ട് ഞാനും കുറച്ച് സങ്കടത്തില് 10 വർഷമായി. എന്തായാലും നടന്നത് നടന്നു, ഇതൊക്കെ ചിലപ്പോ നല്ലൊരു സന്തോഷം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നറിയും. അതേന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആ പൂച്ചേനെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കും. അതിനിടയിൽ രണ്ടുപേരുടെ കൈ തമ്മിൽ കൂട്ടിമുട്ടും. എന്തോ സ്പാർക്ക് അടിച്ച പോലെ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോ തന്നെ ജിൻസി പയ്യെ കൈ വലിച്ചെടുക്കും. ആ ടൈമിൽ ജിൻസിയുടെ പാരന്റ്സും ഫുഡൊക്കെ ടേബിളിൽ നിരത്തി വെക്കും. അങ്ങനെ എല്ലാവരും കൂടി കഴിക്കാനായിട്ടിരിക്കും. ജിൻസി ഒരുപാട് ഡിഷൊക്കെ നമ്മുടെ യാനിന്റെ പ്ലേറ്റ്സിലേക്ക് എടുത്തു വെക്കും. ഇതെന്റെ അച്ഛൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്, കഴിച്ചു നോക്കുന്ന പറയും. ഞാനും അത് കഴിച്ചു നോക്കി, സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ ജിൻസിയുടെ അച്ഛൻ കുറച്ച് ഡ്രിങ്ക്സ് ഒഴിച്ചിട്ട് ഇന്ന മോനെ നീ കുടിക്ക്, നമുക്ക് ഒരുമിച്ച് ഒന്ന് ഡ്രിങ്ക് ചെയ്യാന്ന് പറയും. അയ്യോ അങ്കിൾ, എനിക്ക് ഡ്രിങ്ക്സ് അലർജിയാണ്, ഞാനിത് കുടിക്കാറില്ല എന്ന് പറയും. അപ്പൊ തന്നെ ജിൻസി, അച്ഛന് വേറെ ആരാണ് കമ്പനി വേണ്ടത്, ഞാനില്ലേ ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ജിൻസി തന്നെ അച്ഛന് കമ്പനിയൊക്കെ കൊടുക്കും. അതിനുശേഷം ജിൻസിയുടെ ഫാദർ ആണെങ്കിലും കഴിഞ്ഞ ന്യൂ ഇയർ എന്നും പറഞ്ഞ് ഈച്ചന്റെ കാര്യം പറയാനായിട്ട് തുടങ്ങുമ്പോ തന്നെ അമ്മയാണെങ്കിലും നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ തന്നെ ജിൻസി അവളുടെ ബിസിനസിന്റെ ഇംപ്രൂവ്മെന്റിനെ കുറിച്ചൊക്കെ പാരന്റ്സിന്റെ അടുത്ത് പറയും. ഇത് കേൾക്കുമ്പോ ജിൻസിയുടെ ഫാദറിന് ഒരുപാട് ഹാപ്പി ആകും. ഇനി എത്രയും പെട്ടെന്ന് എന്റെ മോള് അവളുടെ ലൈഫിലേക്കുള്ള മിസ്റ്റർ റൈറ്റിനെ കണ്ടെത്തണം, അതാണ് വേണ്ടതെന്ന് പറയും. അമ്മയാണെങ്കിലും ആ മിസ്റ്റർ റൈറ്റ് നിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, നീ അത് കണ്ടെത്തിയാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ജിൻസി ആണെങ്കിലും അതിനിടക്ക് യാനിന് ഒരുപാട് ഫുഡ് വാരി വാരി ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ തന്നെ ജിൻസിയുടെ അമ്മ, അല്ല മോളെ, ഈ നാട്ടില് ഫയർ വർക്ക്സ് ഒക്കെ ഒരു ഷോ പോലെ കാണിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടല്ലോ, ഞങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ വരാനായിട്ട് സാധിക്കില്ല, ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണമല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി പോയി ആ ഫയർ വർക്ക്സ് ഒക്കെ ഒന്ന് കാണുന്നു പറയും. അപ്പൊ തന്നെ ജിൻസി, വീട്ടിലേക്ക് ലേറ്റ് ആയി പോയാ നിങ്ങൾക്ക് വല്ല പ്രോബ്ലം ഉണ്ടോന്ന് ഞാനിന്റെ അടുത്ത് ചോദിക്കും. എനിക്കൊരു പ്രോബ്ലം ഇല്ല, നമുക്ക് ഒരുമിച്ച് ഫയർ വർക്ക്സ് കാണാൻ പോവാന്നും പറഞ്ഞ് ഞാനും ഇരിക്കും. അതേ ടൈം ലിങ്ങിനെ കാണിക്കാണ്. ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ നാൻസിയുടെ ലൈവ് വരും. അങ്ങനെ അതിങ്ങനെ കണ്ടോണ്ടിരിക്കാണ്. പെട്ടെന്ന് തന്നെ അമ്മ ഓടി വന്ന്, എന്താണ് നീ കാണിക്കുന്നത്, ന്യൂ ഇയർ ആയിട്ട് അവന്റെ ഫാമിലിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാണ്ട് മാറിയിരുന്ന് ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ, ഇങ്ങോട്ട് കൊണ്ടുപോടാ നിന്റെ ഫോണെന്നും പറഞ്ഞ് പെട്ടെന്ന് ഫോൺ പിടിച്ചു വാങ്ങും. അപ്പോഴാണ് നാൻസിയുടെ ലൈവ് കാണുന്നത്. ഇത് കാണുമ്പോ അമ്മക്ക് ഹാപ്പി ആകും. അയ്യോ, നാൻസിയുടെ ലൈവോ, ഞാൻ ഇതുവരെ നാൻസിയുടെ ലൈവ് കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ലിങ്, അതിന് ഞാൻ നാൻസിയുടെ ലൈവ് കണ്ടോണ്ടിരിക്കല്ലായിരുന്നു, റെക്കമെൻഡേഷനിൽ വന്നതാണ്, അപ്പൊ പെട്ടെന്ന് ക്ലിക്കായി പോയതാന്നറിയും. മതിയടാ മതി, ഇനി ഇവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല, നീയേ ഗ്രാൻഡ് പേയുടെ അടുത്തേക്ക് പോയിരിക്കും, ഞാൻ എന്തായാലും നാൻസി മോളുടെ ലൈവ് ഒന്ന് കാണട്ടെ എന്ന് പറയും. എന്തെങ്കിലും ശരി, എന്തായാലും അതിലൊന്നും ടച്ച് ചെയ്തേക്കരുതെന്നും പറഞ്ഞിട്ട് ലിങ് അവിടെ നിന്ന് പോകും. ഇവിടെ നാൻസി ആണെങ്കിലും ന്യൂ ഇയറിന് കഴിക്കേണ്ട ഡിഷിനെയൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അമ്മക്ക് ഒരുപാട് ഹാപ്പി ആകും. അയ്യോ, നാൻസി മോള് നന്നായിട്ട് ലൈവ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞ് നാൻസിയുടെ ലൈവ് കണ്ടോണ്ടിരിക്കാണ്. ലൈവിലാണെങ്കിലും ആള് കുറഞ്ഞോണ്ടിരിക്കും. അയ്യോ, ന്യൂ ഇയർ ആയിട്ട് വ്യൂവേഴ്സ് കുറവാണല്ലോ എന്ന് ഇത്തിരി സങ്കടത്തിൽ പറയും. ഇത് കാണുമ്പോൾ ലിങ്ങിന്റെ അമ്മക്ക് സങ്കടം വരും. അയ്യോ, നാൻസി മോള് സങ്കടപ്പെടണ്ട, മോക്ക് ഞാൻ ഗിഫ്റ്റ് അയച്ചു തരാന്നും പറഞ്ഞ് ലിങ്ങിന്റെ ഫോണിൽ നിന്ന് ഒരുപാട് ഗിഫ്റ്റ് ഇങ്ങനെ അഴക്കും. ആദ്യം ഒരു ഗിഫ്റ്റ് അഴക്കുമ്പോ തന്നെ അത് സ്ക്രീനിൽ വലിയ രീതിയിലൊക്കെ വരുന്നുണ്ടല്ലോ. ഇത് കാണുമ്പോൾ ലിങ്ങിന്റെ അമ്മക്ക് ഹാപ്പി ആയിട്ട് പുറകെ പുറകെ ഒരുപാട് ഗിഫ്റ്റ് ഇങ്ങനെ അഴിച്ചോണ്ടിരിക്കും. ഈ ഗിഫ്റ്റ് എല്ലാം അഴക്കുന്നത്
ലിങ്ങിന്റെ അമ്മയാണെന്ന് നാൻസിക്ക് അറിയില്ലല്ലോ. ഇവള് നോക്കുമ്പോ ലിങ്ങിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഗിഫ്റ്റ് എല്ലാം വരുന്നത്. ഒരുപാട് ഗിഫ്റ്റ് വരുന്ന കാണുമ്പോ ദൈവമേ ഇവന് വല്ല പ്രാന്തായോ, താങ്ക് യു ലിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്ത് അങ്ങനെ തന്നെ ലൈവ് എൻഡാക്കും. അതേ ടൈം ജിങ്സിനെയും യാനിനെയും കാണിക്കാണ്. ഫയർ വർക്ക്സ് കാണാനായിട്ടുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് രണ്ടുപേരും കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നീ പുതിയ ഓഫീസ് കണ്ടെത്തിയോന്ന് ചോദിക്കും. കണ്ടെത്തിയിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഓരോന്നും ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല, അതുകൊണ്ടാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ ഡാങ്യാനിലേക്ക് പോരുന്ന് പെട്ടെന്ന് ഞാനിങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ജിങ്ഷി ഷോക്കായിട്ട്, എന്ത് ഡാങ്യാനോ? അത് ഞങ്ങൾക്ക് ഒട്ടും ബഡ്ജറ്റിൽ ഒതുങ്ങില്ല, അവിടേക്ക് റെന്റ് അധികമല്ലേ എന്ന് ചോദിക്കും. ഡാങ്യാനും നിന്റെ കമ്പനിയും കൂടി ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ? അങ്ങനെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയവർക്ക് ഒരു സ്പേസ് ഞങ്ങൾ എപ്പോഴും ഒഴിച്ചിടാറുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള അധികാരവും ഉണ്ട്. പിന്നെ റെന്റ് ഒന്നും അധികം വാങ്ങില്ല. ബിസിനസ് പാർട്ട്നേഴ്സ് ആകുമ്പോ അതിന്റെ ഒരു കിഴിവൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിങ്ഷിക്ക് ഹാപ്പി ആകും. നിങ്ങൾ ശരിക്കും ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ആണെന്ന് പറയും. ആ ടൈമിന് തന്നെ ഫയർ വർക്ക്സും സ്റ്റാർട്ട് ആകും. ജിങ്ഷി ഓടിച്ചെന്ന് ഫയർ വർക്ക്സ് കണ്ടുകൊണ്ട് തന്നെ അവളുടെ വിഷ് മേക്ക് ചെയ്യും. എന്റെ കമ്പനി എത്രയും പെട്ടെന്ന് സക്സസ് ആവണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഞാനാണെങ്കിലോ, എന്തിനാ നീ ഫയർ വർക്ക്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ വിഷ് മേക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഫയർ വർക്ക്സ് കാണുക എന്ന് പറയുന്നത് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, അതേപോലെ തന്നെയാണ് വിഷ് മേക്കിംഗ്. അതും ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യമല്ല, നമ്മുടെ ആഗ്രഹമല്ലേ പറയുന്നത്. അത് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ എന്നറിയും. അപ്പൊ തന്നെ ഞാനും, അങ്ങനെയാണെങ്കിൽ ജിങ്ഷി എന്താണോ വിഷ് ചെയ്തത് അത് അവൾക്ക് സാധിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ഞാനും വിഷ് മേക്ക് ചെയ്യും. അപ്പൊ തന്നെ ജിങ്ഷി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയും. അങ്ങനെ ഞാനും സെയിം ടു യു പറഞ്ഞ് ഫയർ വർക്ക്സ് ഒക്കെ കണ്ടോണ്ടിരിക്കും. അതേ ടൈം ലിങ്ങിനെ കാണിക്കാണ്. ലിങ്ങിന്റെ അമ്മ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ നാൻസിക്ക് അയച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കണ്ട് കണ്ണ് തള്ളി നിൽക്കുവാണ്. എന്താണ് അമ്മ ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്? നിങ്ങൾ എന്താ ഈ ചെയ്തെന്ന് അറിയോന്ന് എന്നെ ചോദിക്കും. അപ്പൊ തന്നെ അമ്മ ഒന്നും അറിയാത്ത പോലെ, ആരും എന്നെ വിളിക്കുന്നുണ്ട്, ഞാനെന്നാ പോയിട്ട് വരാം, ടാറ്റാ എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അയ്യോ ഞാനിനി എന്ത് ചെയ്യും? ഇത്രയും ഗിഫ്റ്റ് എന്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ പോയിട്ടുള്ളത്. ഇത് കണ്ടു കഴിയുമ്പോ ഇനി അവൾ എന്നെ തെറ്റിദ്ധരിക്കോ? അവളുടെ മേത്ത് എനിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഗിഫ്റ്റ് അയച്ചെന്ന് അവള് തെറ്റിദ്ധരിക്കോ? എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ഈ ഗിഫ്റ്റ് ഒന്നും ഞാൻ അയച്ചതല്ല എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യും. ഇങ്ങനെ ഓരോന്ന് ടൈപ്പും ഡിലീറ്റും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഇതാണെങ്കിൽ നാൻസിയുടെ ശ്രദ്ധയിൽപ്പെടും. ഇവൻ എന്താണ് ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? ഇനി കൈതട്ടി പോകുന്നതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടായിരിക്കും. എന്തായാലും തിരിച്ചയച്ചേക്കാന്നും പറഞ്ഞിട്ട് നിന്റെ കൈതട്ടിയായിരിക്കും ഗിഫ്റ്റ് എനിക്ക് വന്നത്. എന്തായാലും ഇതിന്റെ ക്യാഷ് ഞാൻ തിരിച്ചയച്ചേക്കാന്നും പറഞ്ഞ് ഒരു മെസ്സേജ് അങ്ങോട്ട് തട്ടിവിടും. ഇത് കാണുമ്പോൾ ഇങ്ങനെ ഭ്രാന്ത് കയറും. ഇവളെന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ഇവളെ ഞാൻ ഇന്ന് ശരിയാക്കുമെന്നും പറഞ്ഞ് വോയിസ് മെസ്സേജിലൂടെ എനിക്ക് ആ ക്യാഷ് ഒന്നും വേണ്ട, നീ തന്നെ വെച്ചോന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തില് ഒരു വോയിസ് മെസ്സേജ് അയച്ചു വിടും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നമ്മുടെ ജിങ്ഷി പുതിയൊരു ഓഫീസിലേക്ക് ഇപ്പോ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ആ ഓഫീസിന്റെ വെളിയില് ലില്ലിയുമായിട്ട് നിൽക്കുവാണ്. ആ ടൈമിന് ഞാൻ അങ്ങോട്ടേക്ക് വരും. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഓഫീസിലേക്ക് പോയില്ലേന്ന് ചോദിക്കും. വേറൊന്നല്ല, എല്ലാ കൊളീഗ്സും കൂടി വന്നിട്ട് ഒരുമിച്ച് അകത്തേക്ക് കയറാന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു എന്നറിയും. അപ്പൊ തന്നെ ലില്ലി, എടി ബാക്കിയുള്ളവരെയുമായിട്ട് ഞാൻ വന്നോളാം, നീ എന്തായാലും ഇപ്പോ യാനിന്റെ കൂടെ അകത്തേക്ക് പോകുന്നു പറഞ്ഞ് ജിങ്ഷിനെ യാനിന്റെ കൂടെ പറഞ്ഞു വിടും. ജിങ്ഷിക്കാണെങ്കിലും ഇതൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. ഇവിടെ പണ്ട് ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്ത് അവിടെ നിന്ന് അവളെ ഓടിച്ചു വിട്ടതാണ്. ഇപ്പോ അതേ ബിൽഡിങ്ങിലേക്ക് ഒരു ബിസിനസ് വുമൺ ആയിട്ട് കയറി വന്നിരിക്കുന്നു. അതുമല്ലാണ്ട് ആ ഒരു ബിൽഡിങ്ങിൽ ഇവൾക്കൊരു ഓഫീസും. അതിന്റെ എല്ലാ സന്തോഷവും നമ്മുടെ ജിങ്ഷിയുടെ ഫേസിലുണ്ട്. ഞാൻ ഈ ബിൽഡിങ്ങിലേക്ക് എന്റെ ഓഫീസ് മാറ്റിയത് അറിഞ്ഞ് ഒരുപാട് പേര് റെസ്യൂം അയച്ചിട്ടുണ്ട്. പുതിയതായിട്ട് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് പോലും അയച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കെന്തോ സന്തോഷാവുന്നെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ലിഫ്റ്റിന്റെ അടുത്തേക്ക് വരും. അപ്പോ ഞാനാണെങ്കിലോ എന്റെ VIP കാർഡ് പോലെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുവാന്നും പറഞ്ഞ് VIP കാർഡ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കും. അങ്ങനെ ലിഫ്റ്റും വരും. രണ്ടുപേരും അകത്തേക്ക് കയറി നിൽക്കുമ്പോ പെട്ടെന്ന് വേവേ ഓടിയ അകത്തേക്ക് കയറും. എടി, നീ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയ കാര്യം ഞാൻ അറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നീ ഒരു ലെജൻഡ് ആണെന്നൊക്കെ പറഞ്ഞ് ജിങ്ഷിനെ നല്ല രീതിക്ക് പൊക്കിയടിക്കും. അപ്പോഴേക്കും വേവേ ഇറങ്ങേണ്ട ഫ്ലോർ എത്തും. അങ്ങനെ ജിങ്ഷിയുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മുടെ ജിങ്ഷിയുടെ ഫ്ലോറും എത്തും. അപ്പൊ ശരി ഞാൻ പോവാന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഗുഡ് ലക്ക് ലെജൻഡ് എന്നും പറഞ്ഞിട്ട് ജിങ്ഷിനെ എൻകറേജ് ചെയ്ത് നമ്മുടെ യാനും പറഞ്ഞേക്കും. അങ്ങനെ പുതിയ ഓഫീസൊക്കെ നമ്മുടെ ജിങ്ഷി അവളുടെ പാരന്റ്സിന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചൊക്കെ കൊടുത്തിട്ട് അവളുടെ റൂമിലേക്ക് ചെന്നിരിക്കും. ആ ടൈമിന് പെട്ടെന്ന് ലില്ലി അകത്തേക്ക് കയറി വരും. എന്നിട്ട് ജിങ്ഷിക്ക് ഒരു റൂം ഫ്രഷ്നർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഓ, നീ എന്തൊരു സ്വീറ്റ് ആണ്, എന്റെ ടേസ്റ്റ് ഒക്കെ നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം. അല്ല, ഇത് ഇത്തിരി എക്സ്പെൻസീവ് അല്ലേ, ഇത് നീ എന്തിനാ എനിക്ക് വാങ്ങിയെന്ന് ചോദിക്കും.
വേറൊന്നുമല്ല, എനിക്ക് ജിസോ ഉണ്ടല്ലോ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി തന്നു. അവന് എന്നെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, ഇത് നടക്കൂലെന്ന് അവന് തെളിയിക്കേണ്ടി. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ റിട്ടേൺ ചെയ്ത് കാശ് വാങ്ങി. അതിൽ നിന്നാണ് നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിയത്. ബാക്കിയുള്ള ക്യാഷിന് അവനൊരു ഹെൽത്ത് ചെക്കപ്പ് കാർഡ് എടുത്തു. അത് ദേ ഇപ്പൊ കൊണ്ടേ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ലില്ലി നേരെ സിസോന്റെ അടുത്തേക്ക് ചെന്ന്, എനിക്കിനി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും നീ അഴക്കണ്ട, എനിക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. എന്തായാലും ആ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ റിട്ടേൺ ചെയ്ത് നിനക്ക് വേണ്ടി ഒരു ഹെൽത്ത് ചെക്കപ്പ് കാർഡ് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് വെച്ചോന്ന് പറഞ്ഞ് ജിസോന്റെ കയ്യില് ആ കാർഡും കൊടുത്ത് ലില്ലി പുറത്തേക്ക് പോകും. ജിസോനാണെങ്കിലോ അവൾക്ക് എന്റെ മേത്ത് എന്തൊരു കെയറിങ് ആണ്, ദേ എനിക്ക് ഹെൽത്ത് ചെക്കപ്പ് കാർഡ് തന്നേക്കുന്നു എന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. അതിലും ഒരു സന്തോഷം നമ്മുടെ ജിസോ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിൻഷി എല്ലാവരുടെ അടുത്തേക്ക് വരും. ഇപ്പൊ ജോബ് എല്ലാവർക്കും തിരിച്ച് കൊടുക്കണമല്ലോ. അതുമല്ലാണ്ട് ഇവിടെ നിന്ന് ജോബ് നിർത്തി പോയ പെൺകുട്ടിയും ഇപ്പൊ തിരിച്ചു വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും ഇൻചാർജ് ആയിട്ട് നമ്മുടെ ജിൻഷി നിൽക്കും. ജിസോന ടെക്നിക്കൽ ഇൻചാർജ് ആയിട്ട് നിർത്തും. ജിസോനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റേ 2 എംപ്ലോയീസും, അതേപോലെ നമ്മുടെ ലില്ലി ആണെങ്കിലും മാർക്കറ്റിംഗ് ഇൻചാർജും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോബ് കൊടുത്തിട്ട് ജിൻഷി അങ്ങനെ പോകും. അതേ ടൈം ഗുവാൻ ഓഫീസിൽ കാണിക്കാണ്. നേരത്തെ നമ്മുടെ ജിൻഷി വർക്ക് ചെയ്ത ഓഫീസ്. ജിൻഷി ഗുവാൻ ഓഫീസിൽ വർക്ക് ചെയ്ത് ഇപ്പോ അവർക്കും മുകളിലെ ഓഫീസ് എടുത്ത് അതിലെ ബോസ് ആയിട്ട് നിൽക്കുവാണല്ലോ. അതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം സിഡ്നി ആണെങ്കിലും വലിയൊരു ബൊക്കെയൊക്കെ എടുത്ത് വല്ലാത്ത ദേഷ്യത്തില് ജിൻഷിനെ കാണാനായിട്ട് ചെല്ലും. ജിൻഷിനെ കാണുമ്പോ തന്നെ ആ ബൊക്കെയൊക്കെ കൊടുത്ത്, ഞാൻ ജസ്റ്റ് നിന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനായിട്ട് വന്നതാന്ന് പറയും. താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ജിൻഷിയും ആ ബൊക്കെ വാങ്ങി വെക്കും. ആ ടൈമിനാണ് സിഡ്നി ഞാൻ കൊടുത്ത ആ ഒരു പെയിന്റിങ് കാണുന്നത്. അത് കണ്ട് വല്ലാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പൊ തന്നെ ജിൻഷി എന്താ കാര്യം നിന്നെ ചോദിക്കും. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് നിന്നെ ചിയറപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇത്രയും നാള് നീ എന്റെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തതല്ലേ, ഇനിയും നീ മുന്നോട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, അത് പറയാനായിട്ടാ വന്നേന്ന് പറയും. ഓക്കെ, ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെന്ന് അറിയും. ശരി, ഇതൊക്കെ ഇനി ഞാൻ കാണാൻ പോകുന്നില്ലേ എന്നും പറഞ്ഞ് നല്ല പെയിന്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സിഡ്നി അങ്ങനെ പുറത്തേക്ക് പോകും. ആ ടൈമിനാണ് സിസോയും ലില്ലിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവര് പോലും ആ പെയിന്റിങ് ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ്. ഇത് കാണുമ്പോ തന്നെ രണ്ടുപേരും ഷോക്കാകും. എടി, ഈ പെയിന്റിങ്ങിന്റെ വില നിനക്ക് അറിയാമോ? ഇത് നിനക്ക് ആരാ തന്നെന്ന് ചോദിക്കും. ഇത് മിസ്റ്റർ യാൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാന്ന് പറയും. എന്താ നീ പറയുന്നത്? മിസ്റ്റർ യാൻ നിനക്ക് ഈ പെയിന്റിങ് ഗിഫ്റ്റ് ആയിട്ട് തന്നെന്നോ? ഇതിന്റെ വാല്യൂ നിനക്ക് അറിയാമോ? ഈ കടന്ന 5 വർഷത്തിനിടയിൽ ആകെ 5 പെയിന്റിങ് മാത്രമേ ഇത് റിലീസ് ആയിട്ടുള്ളൂ. അത്രയും എക്സ്പെൻസീവ് ആണ് ഈ ഗിഫ്റ്റ്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത ടൈമിന് ഈ ഒരു പെയിന്റിങ് മാത്രം വിറ്റാൽ മതിയായിരുന്നു. നമുക്ക് ആവശ്യത്തിന് അധികം ക്യാഷ് ഇതിൽ നിന്ന് തന്നെ കിട്ടിയേനെന്ന് പറയും. അപ്പൊ തന്നെ ലില്ലി ആ പെയിന്റിങ് നോക്കി, ഈ പെയിന്റിങ് ഉണ്ടല്ലോ ഞാൻ വരച്ചതല്ല, യാനിന്റെ ഉള്ളിൽ നിന്ന് വന്ന ലവ് ആണെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരുമാതിരി ജിൻഷിനെ ഇങ്ങനെ നോക്കും. നിങ്ങൾ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? അയ്യോ, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാന്നും പറഞ്ഞ് നമ്മുടെ ജിൻഷി നിൽക്കും. അതേ ടൈം യാനാണെങ്കിലും ഒരാളെ വിളിച്ചിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ തന്നു എന്ന് പറയും. അയാളാ ഈ ഒരു ജോബിൽ കയറ്റി വിട്ടത് മിസ്റ്റർ ജങ് എന്ന പേരുള്ള ഒരാളാണ്. അയാളാണ് ഇപ്പോ ആ ഒരു പൊസിഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ അയാള് ഞാൻ ഈ ജോബ് വിട്ടുപോയാലും പുള്ളിനെ റീപ്ലേസ് ചെയ്ത് നിൽക്കില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ മിസ്റ്റർ ജങ് ചെയ്ത ഫോർജറിയുടെ ഡീറ്റെയിൽസ് എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുക്കും. അയാളും അത് വായിച്ചിട്ട് ശരിയെന്നാ ഞാൻ ആ പൊസിഷനിലേക്ക് വന്നോളാന്ന് പറയും. മിസ്റ്റർ ജങ് കാരനാണ് നിങ്ങൾ ഈ ഓഫീസിലേക്ക് എത്തിയത്. അതും പറഞ്ഞ് നിങ്ങൾ അയാളെ പോലെ നടക്കാനായിട്ട് പാടില്ല, എപ്പോഴും സത്യസന്ധമായിട്ട് മുന്നേറി പോണം, ഇയാളെ പോലെ ചീറ്റിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ അയാളെ പറഞ്ഞേക്കും. അതേ ടൈം സസ ഇപ്പോ പുതിയതായിട്ട് വന്നില്ലേ, ആ പെൺകുട്ടിയുടെ പേരാണ് സസ. സസ നമ്മുടെ ലില്ലിനെ വിളിച്ച് ഒരു ബാഗ് കാണിച്ചു കൊടുക്കും. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഞാൻ എന്തായാലും വാങ്ങുന്ന ആ പെൺകുട്ടി പറയും. അപ്പൊ തന്നെ ലില്ലിയും എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രയും ക്യാഷ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇയർ എൻഡ് ബോണസ് കിട്ടിയതിന് ശേഷം ഞാൻ വാങ്ങുമെന്നൊക്കെ പറഞ്ഞു നിൽക്കും. ഇതാണെങ്കിലും നമ്മുടെ സിസോ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇവന് എന്താണ് ഇവര് നോക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോ മറ്റേ പയ്യനുണ്ടല്ലോ, ഇവന്റെ സങ്കടം കണ്ട് എന്നെ കൊണ്ട് സാധിച്ചത് ഇതാണെന്നും പറഞ്ഞ് ആ ബാഗിന്റെ ഫോട്ടോ എടുത്ത് സിസോനെ അയച്ചു കൊടുക്കും. സിസോയോ അങ്ങനെ അത് കണ്ട് ഇത്തിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നല്ലോ എന്നും പറഞ്ഞ് ചിന്തിക്കുമെങ്കിലും അങ്ങനെ തന്നെ ലില്ലിക്ക് വേണ്ടി ആ ബാഗ് സിസോ ഓർഡർ അങ്ങോട്ട് കൊടുക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.